ജെയ്സോയും ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. എങ്കിൽ പോലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മറന്നു പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ മേടിക്കുവാനായിട്ട് ഉൺഹയും പോകുന്നു. അങ്ങനെ ഇരിക്കായിരുന്നു ജെയ്സോയും ജീഹ്വാന്റെ ചില മുടിയൊക്കെ നരച്ചിട്ടുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത്. ജെയ്സോയും പതിയെ അവന്റെ ഓരോരോ മുടിയൊക്കെ ആയിട്ട് പറിച്ചെടുക്കുവാനായിട്ട് നോക്കുന്നു. പക്ഷെ പറിക്കുന്നതെല്ലാം തന്നെ കറുത്ത മുടികളൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീഹ്വാനും എണീക്കുകയാണ്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിലേക്കൊക്കെ ഉൺഹ എത്തുന്ന സമയത്ത് ജീഹ്വാൻ എണീറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെയായിരുന്നു അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. അവളും സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ജെയ്സോയും ബാക്കിയുള്ള ടീമിലെ എല്ലാവരും തന്നെ ജീഹ്വാൻ എണീറ്റ കാര്യമൊക്കെ അറിയിക്കുന്നു. ഉൺഹയും മിഹോനെ കോൾ ചെയ്യുന്ന സമയത്ത് ചോയിങ്ങിനെ ജെയ്സോയും കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഈ ഒരു സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഹോങ്കിയും ഇപ്പോൾ യെനനെ വിളിച്ചിട്ട് ജിഹ്വാൻ എണീറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നു. ജിഹ്വാൻ എണീറ്റ കാര്യമൊക്കെ ഹിനു അറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവൻ എണീറ്റ കാര്യം എല്ലാം തന്നെ സിയോനെയും അറിയിക്കുന്നു. അപ്പോഴായിരുന്നു സിയോയ്ക്കും ഒന്ന് ആശ്വാസമൊക്കെ ആയത്. അതുകൊണ്ട് തന്നെ എന്ത് ചോദ്യം വേണമെങ്കിലും എന്നോട് ചോദിച്ചു ഉത്തരവൊക്കെ പറയുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സിയോയും ഇരിക്കുന്നു. ജിഹ്വാനെ കാണുവാനായിട്ട് ഹിനു എത്തിയിരിക്കുകയാണ്. നേരത്തെ സിയോയും ഒരു കാര്യങ്ങളും പറയുവാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷെ നിനക്ക് ബോധം വന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സിയോയും ചെയ്ത കുറ്റങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹിനുവും അവനെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ടൊക്കെ ജയിലിലും എത്തിയിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു അച്ഛനൊന്നും ആയിരുന്നില്ല നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു മകനാകുവാനായിട്ട് എനിക്കും സാധിച്ചില്ല. എങ്കിൽ പോലും നിങ്ങളുടെ മകൻ ആയതുകൊണ്ട് തന്നെ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. അത് നിറവേറ്റുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജീവാൻ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇനി മുതൽ നീ ഒരിക്കലും എന്റെ മകനല്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിക്കുള്ള കടമകളും നീ ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിയോയും തിരിച്ച് സെല്ലിനുള്ളിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ ജിഹ്വാൻ തിരിച്ചെത്തിയ സന്തോഷത്തിൽ പാർട്ടിയൊക്കെ നടത്തുകയാണ്. പക്ഷെ ജിഹ്വാന് ഓൺഹയുടെ ഒപ്പം റൂമിലൊക്കെ പോകുവാനായിട്ടായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വേദനയൊക്കെ അഭിനയിച്ചിട്ട് റൂമിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് അവനും ഉൺഹനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ജിഹ്വാൻ റൂമിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇന്ന് നീയും എന്റെ ഒപ്പമൊക്കെ ഈ റൂമിൽ കഴിയുമോ എന്നൊക്കെ അവളോടും ചോദിക്കുന്നു. അവൾക്കും അവൻ കിസ്സൊക്കെ നൽകുന്നുമുണ്ട്. പിന്നീട് കുറെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നു. നേരത്തെ ജിഹ്വാന്റെ വീട്ടിൽ ഒരു ഡോഗായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2 ഡോഗൊക്കെ ആയി മാറിയിരിക്കുകയാണ്. മീഹോടെയും ചോയിങ്ങിന്റെയും കുട്ടിയൊക്കെ ജനിച്ചിട്ട് 100 ദിവസമായിരിക്കുന്നു. അതിന്റെ സെലിബ്രേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കുട്ടി കരയുന്നത് കൊണ്ട് തന്നെ ഉൺഹയും കുട്ടീനെ എടുത്തു പിടിച്ച് കരച്ചിലൊക്കെ മാറ്റുകയാണ്. ജുവാങ്ങിന്റെ വിവാഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10 മാസത്തോളം ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നീ എന്നാണ് വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ ജീഹ്വാന്റെ അടുത്തും അവർ ചോദിക്കുന്നു. ജീഹ്വാനും അതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഉൺഹയുടെ കയ്യിലുള്ള കുട്ടിയൊക്കെ തന്റെ കുട്ടിയായിട്ടൊക്കെ ആയിരുന്നു ജീഹ്വാനും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും ദിവാസ്വപ്നമൊക്കെ കണ്ടു നിൽക്കുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഉൺഹയ്ക്കും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവളും അതിൻ്റെതായിട്ടുള്ള തിരക്കിലാണ് എന്നൊക്കെ മീഹോയും അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴാണ് ഇനി വിവാഹം കഴിക്കുക എന്നൊക്കെ അച്ഛനും ഉൺഹയുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഉടനെ ഒന്നും വിവാഹമില്ല എന്ന രീതിക്കൊക്കെയാണ് ഉൺഹ പോലും സംസാരിക്കുന്നത്. അത് കേട്ട് ചീഹ്വാനും കുറച്ചൊക്കെ വിഷമം തോന്നുന്നു. ഓൺഹയും ഇവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ചീഹ്വാനും വിവാഹത്തെക്കുറിച്ചൊക്കെ അവളുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവളും തിരക്കൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അവനും ഒന്നും തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ പോലും ചീഹ്വാന്റെ ചിന്ത അതിലൊന്നും തന്നെ ആയിരുന്നില്ല. നേരത്തെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചീഹ്വാനോട് ഉൺഹ ചോദിച്ച സമയത്ത് എല്ലാവരും വിവാഹം കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ആയിരുന്നല്ലോ അവൻ മറുപടി കൊടുത്തത്. അന്നങ്ങനെ മറുപടി കൊടുക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ അവരും ഓർക്കുന്നു. അതുകൂടാതെ നേരത്തെ ഉൺഹനെ പ്രപ്പോസ് ചെയ്യുവാനായിട്ടായിരുന്നു അവരും മാലയൊക്കെ മേടിച്ചത്. പക്ഷെ അന്ന് പ്രപ്പോസ് ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ലല്ലോ. താനും നല്ലൊരു നിമിഷമാണ് മിസ് ചെയ്തതെന്നൊക്കെ അവനും ഓർക്കുന്നു. മീറ്റിംഗ് ഒക്കെ അവസാനിക്കുമ്പോഴത്തേക്കും ചീഹ്വാനും ഉൺഹ ഇവന്റ് ഒക്കെ നടത്തുന്ന സ്ഥലത്തേക്കൊക്കെ ഓടി എത്തുകയാണ്. പണ്ട് ഉൺഹേനെ ഇതുപോലത്തെ ഒരു ഇവന്റിൽ വെച്ച് കണ്ടതിനെ കുറിച്ചും ഉൺഹേനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ അവനും ആലോചിച്ചൊക്കെ നോക്കുന്നു. ജീഹ്വാനും ഉൺഹയുടെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചത് പോലും നിന്റെ ഹെൽപ്പ് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഉൺഹ സംസാരിച്ചത്. ഈ ഒരു സമയത്താണ് ജോയങ്ങും ജിഹ്വാനെ കോളൊക്കെ ചെയ്യുന്നത്. നീ ശരിക്കും ഉൺഹനെ പ്രപ്പോസ് ചെയ്യുവാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊടുക്കുവാനായിട്ട് നിന്റെ കയ്യിൽ ഒന്നും തന്നെ കാണുകയില്ലല്ലോ. ഈ ഒരു നിമിഷമൊക്കെ എല്ലായ്പ്പോഴും ഓർത്തു വെക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ലാതൊക്കെ നീ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് നിൽക്കരുത്. നമുക്ക് പിന്നെ ഒരു ദിവസമൊക്കെ പ്രപ്പോസൽ ആക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചുവങ് സംസാരിച്ചതും. ഓൺഹയുടെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും ഹിനു കാണുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന അസിസ്റ്റന്റും നമ്മൾ 10 മാസം മുമ്പ് ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പെൺകുട്ടി വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നമുക്കൊന്നും കൂടി അവളുടെ അടുത്തൊരു ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയാലോ എന്നൊക്കെ അസിസ്റ്റന്റ് ചോദിക്കുന്നു. അതിന് താല്പര്യമില്ല എന്നൊക്കെ ഹിനു പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് അവരുടെ ആരുടെയെങ്കിലും കൂടെ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകണമെന്നൊക്കെ അസിസ്റ്റന്റ് ഹിനുവിനെ നിർബന്ധിക്കുന്നു.
ഒരു റൊമാന്റിക് ഡേറ്റ് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് കാലം ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത ഒരു ദിവസമൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ചുവങ്ങും മിഹോയും കൂടി ഡേറ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് ഇരിക്കുകയാണ്. അവർ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്തായിരുന്നു അച്ഛനും അമ്മയും തിരിച്ചു വീട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവർ ഒരു സ്ഥലം വരെയൊക്കെ പോയതായിരുന്നെങ്കിൽ പോലും പോയ സ്ഥലത്ത് വെച്ച് അടിയൊക്കെ കൂടി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ച അമ്മയും അവർ ഡേറ്റ് ചെയ്യുവാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനും അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും വില കൂടിയ വൈനൊക്കെയാണല്ലോ അതേന്നൊക്കെ പറഞ്ഞിട്ട് അതും കുടിക്കുന്നു. അങ്ങനെ അവരും അതൊരു ഫാമിലി ഡിന്നറൊക്കെ ആക്കി മാറ്റുകയാണ്. ഡോഹി നേരത്തെ സ്കൂൾ പഠനമൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ടുള്ള ഒരു എക്സാം ഒക്കെ ഇപ്പോൾ അവൻ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അവനെ ഇവിടെ ജോലിക്ക് നിർത്താതെ മറിച്ച് ഒരു അക്കാഡമിയിലൊക്കെ വിട്ട് പഠിപ്പിക്കാമെന്ന രീതിക്കൊക്കെയാണ് ജുഹാൻ സംസാരിക്കുന്നത്. ഇനി മാൻഹോയും ചെയ്സോയും വിവാഹം കഴിക്കുവാനായിട്ടുള്ള തീരുമാനത്തിലൊക്കെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ ഡേറ്റ് ചെയ്യുവാനായിട്ട് അവരും ഒരുപാട് ഒരുങ്ങിയൊക്കെ വന്നിരിക്കുകയാണ്. രണ്ടുപേരുടെയും ആദ്യത്തെ ഡേറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവരും ഒരുപാട് കോമഡീസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾ എത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കോമഡീസ് ഒക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ ഒരു പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ അവരും അവിടെ നിന്നൊക്കെ പോകുന്നു. ലേഡി അസിസ്റ്റന്റും ഇപ്പോൾ ഹ്യുനുവിന്റെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. നീയല്ലേ ഉൺഹയുടെ കാര്യമൊക്കെ വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞത്, പിന്നെ നീ എന്തിനാണ് അവളുടെ വീഡിയോസ് ഒക്കെ കാണുന്നതെന്നൊക്കെ ലേഡി അസിസ്റ്റന്റ് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ അവളുടെ അടുത്ത് പ്രണയമൊന്നുമില്ല, എങ്കിൽ പോലും അവൾ നല്ല ഒരു നിലയ്ക്ക് എത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇപ്പോഴും ഞാൻ അവളുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ ഹാപ്പിയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും എനിക്കും സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നായിരുന്നു അതിന് മറുപടിയായിട്ട് ഹിനുവ സംസാരിച്ചതും. ഹിനുവോ വഴിയിലൂടെ നടന്നു വരുന്ന സമയത്ത് ഉൺഹനെ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഉൺഹയും ഹിനുവോടെ ഉണ്ടായിരുന്ന ഒന്നും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവളും നടന്നൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും അവനും അവളെ പിന്നിൽ നിന്നും വിളിക്കുവാനായിട്ട് ഒന്നും തന്നെ നിൽക്കുന്നില്ല. എങ്കിലും അതൊരു നല്ല സൂചനയായിട്ടൊക്കെ ആയിരുന്നു അവനും കരുതിയിട്ടുണ്ടായിരുന്നത്. ഉൺഹയും ഇവന്റെയൊക്കെ അവസാനിച്ചതിന് ശേഷം ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ജീഹ്വാനും ബിസി ആയിരിക്കുമെന്നും അവൾ കരുതി. പക്ഷെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഒന്നിച്ച് കത്തുകയാണ്. മാത്രമല്ല അവനും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബോക്സ് ഒക്കെ ഇപ്പോൾ വീടിനും വെളിയിലും കൊണ്ടുവച്ചിരിക്കുന്നു. അതിന്റെ അകത്ത് അവൻ ഒരു കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം നീ എന്റെ കൂടെ ഒന്നിച്ചൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇനിയും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ആയിരുന്നു അവൻ എഴുതിയതും. ഇപ്പോൾ ജീഹോനും അവിടെ എത്തിയതിനു ശേഷം എന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത് നീയാണ്, എന്നെ നല്ലൊരു മനുഷ്യനാക്കിയതും നീയാണ്. മാത്രല്ല ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ മോതിരമൊക്കെ നിന്റെ കയ്യിൽ ഞാൻ ഇട്ട് തരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളെ പ്രപ്പോസ് ചെയ്യുന്നു. പിന്നീട് അവനും അവളുടെ കയ്യിലൊക്കെ മോതിരവും ഇട്ടുകൊടുക്കുന്നു. പിന്നീട് അവരും കിസ് ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ ബാക്കിയുള്ള ആൾക്കാരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും ഇവരുടെ വിവാഹമൊക്കെ നടക്കുന്നതിൽ ഒരുപാട് സന്തോഷമായിരുന്നു തോന്നിയത്. അവരും അതൊക്കെ തന്നെ എൻജോയും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ ഒരുങ്ങിയിട്ട് ഒരു അധോലോക ലുക്കിലൊക്കെ ട്രിപ്പിന് പോകുവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ വെളിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉൺഹയ്ക്കും ഒരു സർപ്രൈസ് ഒക്കെ നൽകുന്നു. കാറിന്റെ ഡിക്കിയിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഐ ലവ് യു എന്നൊക്കെ എഴുതിയതായിരുന്നു ആ ഒരു സർപ്രൈസ്. അതൊക്കെ കണ്ട് ഉൺഹയും ഒരുപാട് ഹാപ്പി ആകുന്നു. ചീഖ്വാൻ ആയിരുന്നു അതിന് പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഓൺഹ ഞങ്ങളുടെ ലൈഫിലൊക്കെ കടന്നു വന്നത് കൊണ്ടാണ് ഞങ്ങളും ഒരുപാട് മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ ഓൺഹയുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ആയിരുന്നു അവരും അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഒപ്പം കളിക്കുവാനായിട്ടായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന കാര്യം എല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. സോ എല്ലാവരും കൂടി ചേർന്നിട്ട് കുട്ടികളുടെ അടുത്തേക്കും ഓടിപ്പോകുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. ഈ ഡ്രാമ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, എങ്കിൽ പോലും ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു ഡ്രാമയുമായിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.